ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുന്നുണ്ട്. ദില്ലിയിലും യുപിയിലും പെയ്ത മഴയ്ക്ക് പിന്നാലെ വെള്ളക്കെട്ടുകൾ രൂക്ഷമായതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. ഗുജറാത്തിൽ പെയ്ത മഴയിൽ കെട്ടിടം തകർന്ന് 3 മരണം സംഭവിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നാലെയാണ് ഇന്ന് വിവിധയിടങ്ങളിൽ മഴ കനത്തത്. നോയിഡ സെക്ടറിൽ മണിക്കൂറുകളോളം മഴ തുടർന്നതോടെ റോഡുകളിലും പ്രധാനയിടങ്ങളിലും വെള്ളക്കെട്ടും രൂക്ഷമായി. പലയിടങ്ങളിൽ ഗതാഗത തടസ്സമുണ്ടായതോടെ വാഹനങ്ങളും വഴിതിരിച്ചുവിട്ടു. യമുന നദിയിലെ ജലനിരപ്പ് ഉയർന്നതോടെ സമീപ പ്രദേശങ്ങൾ കടുത്ത ജാഗ്രതയിലാണ്. അടുത്ത മണിക്കൂറുകളിൽ മഴ വ്യാപകമാകാനുള്ള സാധ്യത മുൻനിർത്തി ദില്ലിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുപിയിലെ മീററ്റ്, ഗാസിയാബാദ് എന്നിവിടങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുകയാണ്. ഗുജറാത്തിലും ശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത്. ദ്വാരക ജില്ലയിലെ ഖംഫാലിയ താലൂക്കിൽ വീട് തകർന്ന് ഒരു കുടുംബത്തിലെ 3 പേർ മരണപ്പെട്ടിരുന്നു. മുത്തശ്ശിയും പേരക്കുട്ടികളുമാണ് മരിച്ചത്. 5 പേരെ രക്ഷപ്പെടുത്തിയതായാണ് വിവരം. സൗരാഷ്ട്ര, തെക്കൻ ഗുജറാത്ത് ജില്ലകളിലും കനത്ത മഴ തുടരുന്നതോടെ അണക്കെട്ടുകൾ കരകവിഞ്ഞൊഴുകി. ഹിമാചൽ പ്രദേശിലെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഈ മാസം ആദ്യം ഹിമാചൽ പ്രദേശിൽ പെയ്ത കനത്ത മഴയിൽ 70 റോഡുകളും 51 ജലവിതരണ പദ്ധതികളും തടസ്സപ്പെട്ടിരുന്നു. അടുത്ത ദിവസങ്ങളിലും മഴ തുടരാനാണ് സാധ്യത. കൈരളി ന്യൂസ്, ദില്ലി.